നമ്മളെ ദക്ഷിണ കന്നഡയിൽ വെട്ടി കാജൂറി എന്നുള്ള വലിയ അറിയപ്പെടുന്ന ഒരു സ്ഥലം 82, 83, 84, 85, 86, 87 ഈ വർഷങ്ങളിൽ ഈ പാവിയായ ഞാൻ പോയിട്ട് കണ്ടത്. ആര്? ഉറൂസിന്റെ ലാസ്റ്റ് സമാരംഭത്തിന് വരുന്ന രണ്ടാൾക്കാർ. ശംസുൽ ഉലമയും താജുൽ ഉലമയും. പരിപാടി തുടങ്ങുമ്പോൾ ഇരിക്കും രണ്ട് കസാല വെച്ചിട്ട്. തങ്ങൾ എതിരുണ്ടെങ്കിൽ ശംസുലുമോ കസാല ബാക്ക് വലിക്കും. ഇരിക്കുന്ന സമയത്ത് കാണിച്ചു തന്ന അദബ്. ഒരു ശിഷ്യൻ തങ്ങളാണെങ്കിൽ ആ ശിഷ്യൻ അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ചിട്ട് ഈ ലോകത്തേക്ക് കാണിച്ചു തന്ന ശംസുൽ ഉലമ. തന്റെ ഉസ്താദ് ഗുരുനാഥനിൽ നിന്ന് ഈ ലോകത്തേക്ക് കാണിച്ചു തന്ന താജുൽ ഉലമ. താൻ ഉസ്താദിനേക്കാൾ മുന്നുണ്ടെങ്കിൽ അദബ് കേട് എന്ന് പറഞ്ഞിട്ട് കസാല പയ്യോട്ട് വലിച്ചിട്ടിരുന്ന ഉള്ളാളം തങ്ങളാണ്. ഫാത്തിഹ വിളിച്ച് ദ്വാരക്കുമ്പോൾ രണ്ടാളും ചേർച്ച. നമ്മ കണ്ട കാര്യത്തിനാണ് പറയുന്നത്. ഞാൻ പഠിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ജമലുൽ തങ്ങൾ ചെറുവത്തൂർ തുരുത്തിയിൽ മരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ജനിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അല്ലാഹു അവിടുത്തെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ദ്വാരത്തി ഫാത്തിഹയെല്ലാം കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ് രണ്ടാളും മുണ്ടുന്നില്ല, ചർച്ച. ശംസുൽ ഉലമ ഇങ്ങനെ പിടിക്കും, താജുൽ ഉലമ ഇങ്ങനെ പിടിക്കും. ആരും ദ്വാരക്കാൻ കേൾക്കുന്നില്ല. അങ്ങനെ 2-3 മിനിറ്റ് ആകുമ്പോ ശംസുൽ ഉലമ തങ്ങളെ മുഖത്തേക്കൊന്നും നോക്കും. തങ്ങളൊന്ന് തിരിഞ്ഞിട്ട് ഇങ്ങോട്ടും നോക്കും. ശേഖുന ദ്വാരിക്കും. അല്ല, തങ്ങളല്ലേ തങ്ങള് ദ്വാരിക്കും. തങ്ങളല്ലേ തങ്ങള് ദ്വാരിക്കും. ഇത് ശംസുൽ ഉലമക്ക് ദ്വാരക്കാൻ അറിയാനിട്ട അല്ല, തങ്ങൾക്ക് ദ്വാരക്കാൻ അറിയാനിട്ട. രണ്ടിന്റെയും അദബും ആ ഇൽമും നാം കണ്ടുപഠിക്കണം, കേട്ടുപഠിക്കണം, കണ്ടുപഠിക്കണം. സഖാഫിയത്ത് എന്ന് പറഞ്ഞു തരും. അങ്ങനെ പിന്നും ചർച്ച. അവസാനം തങ്ങളങ്ങ് ദ്വാരക്കും. ഒരു നിക്കാഹിൽ വെച്ചിട്ട് ഞാൻ കണ്ടത് രണ്ടാളും, ഈ പറയപ്പെട്ട രണ്ടാളും നിക്കാഹിന്റെ സദസ്സിലുണ്ട്. എന്റെ കുടുംബത്തിൽ പെട്ടിട്ട് നിക്കാഹ് ഇപ്പല്ല, 80-ാം ഇസവിൽ. നിക്കാഹ് കുത്തുബോധി രണ്ടാളും മരിച്ചിട്ടുണ്ട്. നിക്കാഹ് രണ്ടാളും കഴിക്കുന്നില്ല. തങ്ങൾ കഴിക്കും, തങ്ങൾ രണ്ടാളും ഇങ്ങനെ. അവസാനം ഞാൻ ദുആരക്കാൻ തങ്ങൾ നിക്കാഹ് കഴിച്ചോളി എന്ന് പറഞ്ഞതാ ശംസുൽ ഉലമ. ഇതാണ് ഐക്യം. റബ്ബിന്റെ ഖള ഏതുമാവട്ടെ, അല്ലാഹു പുറത്തുപെട്ടു കൊടുക്കട്ടെ. ഞാൻ ഒരു അഹ്ലു ബൈത്തിനെ, ഒരു തങ്ങളെ, ഒരു പണ്ഡിതനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള സയ്യിദുൽ ഉലമ ഓരെല്ലാം റാഹത്തിനുണ്ട്. പിന്നെ ഞമ്മക്ക് എന്തിനിപ്പോ റാഹത്ത് അല്ലേ? ഏതാവട്ടെ, അള്ളാഹു ഐക്യത്തിനെ തുറന്നു തരട്ടെ. മുസ്ലിം സമുദായത്തിന് അള്ളാഹു ഐക്യത്തിലാക്കി അഖർത്തമബർ അള്ളാഹു നിലനിർത്തി പെരുമാറട്ടെ. ഇതുപോലത്തെ മഹാന്മാരെ ബർക്കത്തുണ്ട്. അപ്പൊ നല്ലവരെ കൊണ്ട് ഒക്കത്തെ കൂടി പിരിയാം. നല്ലത് പഠിക്കാം, നല്ലത് കേൾക്കാം.